സ്റ്റാറിന്റെ പുതിയൊരു സെലിബ്രേറ്റഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും എന്റെ സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നക്ഷത്രങ്ങൾ വിരിയുന്ന മറ്റൊരു ക്രിസ്മസ് രാവ് കൂടെ വരവായി. ലോക നന്മയുടെ പ്രതീകമായ ഈ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണ് ഇന്ന് ഈ വേദിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് ബിഫോർ വി ബിഗിൻ ദിസ് പ്രോഗ്രാം, ലെറ്റ് മീ വെൽക്കം our panel of judges. Welcoming you once again to this show. ഇനി നമ്മളുടെ ഷോന് ലൈഫ് കൊടുക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീമാണ് എക്സ് ബാൻഡ്. ജോസേട്ട, വെൽക്കം ടു ദി ഷോ. ഇന്ന് നമ്മളുടെ ഈ സെലിബ്രേറ്റഡ് എപ്പിസോഡിൽ നമുക്കുള്ളത് 2 കോമ്പറ്റീഷൻ പെർഫോമൻസസും 2 ഗസ്റ്റ് പെർഫോമൻസസും കൂടെയാണ്. ആൻഡ് ഗസ്റ്റ് പെർഫോമൻസസിനെ വെൽക്കം ചെയ്യാനായിട്ട് മുന്നേ ലെറ്റ്സ് ഗോ ടു ദ പെർഫോമൻസ്, ലെറ്റ്സ് ഗോ ടു ദ കോമ്പറ്റീഷൻ. ആൻഡ് ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോണത് അഞ്ജു ആണ്. ആൻഡ് അഞ്ജു നമുക്ക് ഇന്ന് പാടിത്തരാൻ പോണത് സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത പാട്ടാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹർ ഓൺ ടു ദ ഷോ വൺസ് അഗൈൻ. ഹായ്, ഞാൻ അവാർഡ് വിന്നിംഗ് സോങ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. 1993 ചിത്ര ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ചമയം എന്ന ഫിലിമിലെ രാജഹംസമേ എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. കൈതപ്പുറം സാറാണ് ഇതിൻ്റെ വരികൾ, ജോൺസൺ മാഷാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വോയിസിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എങ്ങനെ വരും എന്നറിയില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും.
രസമുണ്ടെന്ന് കാണാനായിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ ഇത് ഫൈനൽ സ്റ്റേജിൽ സെക്കൻഡ് പെർഫോമൻസ് അല്ലേ ഇത്? എങ്ങനെ പാടി? അറിയില്ല. അതിന് സെൽഫായിട്ട് ഏകദേശം ഒരു ജഡ്ജ്മെന്റിൽ എത്രത്തോളം ഈ ഒരു സോങ്ങിനോട് ജസ്റ്റിസ് ചെയ്തു? ഞാൻ ജസ്റ്റിസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. വോയിസിന്റെ ഒരു ഇത് കാരണം എത്രത്തോളം എനിക്ക് പറ്റിയെന്ന്. ബെറ്റർ ആയോ? വോയിസ് ടെസ്റ്റ് ഒക്കെ ചെയ്തോ? വോയിസ് ടെസ്റ്റ് എടുത്തു, പക്ഷെ ബെറ്റർ ആണ് കുറച്ചും കൂടി. അപ്പൊ ചമയം സിനിമയിലെ ചിത്രജിക്ക് 93 അവാർഡ് കിട്ടിയ പാട്ടാ അല്ലേ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്. അപ്പൊ നമുക്ക് ജഡ്ജസിന് എന്താ പറയാനുള്ള കേൾക്കാം. ശരത് സർ. അഞ്ജു, നല്ല പാട്ട്, നന്നായിട്ട് പാടി അഞ്ജു. ഇതൊക്കെ അഞ്ജു കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ശബ്ദം ആരുടെ ഫോണിലൊന്നും കത്തി വെച്ചില്ല. അതോ ഒരു ദിവസം മൊബൈൽ വിറ്റോ? എന്താണ്? ഞാൻ സ്വതവേ അങ്ങനെ സംസാരിക്കാറില്ല. അഞ്ജു അങ്ങനെ അല്ലല്ലോ. ശരി പോട്ടെ എന്തെങ്കിലും. അപ്പം എന്തെങ്കിലും ആ ഒരു എന്താ പറയണ്ട ഒരു ശബ്ദത്തിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു അഞ്ജു പാടുമ്പോൾ. പിന്നെ തുടക്കത്തിൽ അറിയാലോ രാജഹംസം വേറെ വഴിക്ക് പോയി. പിന്നെ ഈ കുടിലിൽ എങ്ങനെയാ പാടുന്നത്? അങ്ങനെ ഒരു സ്ഥലത്ത് പാടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു അതെങ്ങനെ അത്രയ്ക്കൊരു സംഭവം എത്തി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. അത്രയും എന്നൊക്കെ ആക്കി അതിനെ അങ്ങ് കണ്ടം തുണ്ട പെട്ടി കളയണ്ട. പിന്നെ തോഴൻ അത് അത്ര ഒരു സമാധാനമായിട്ട് മതി കേട്ടോ. അത് ബലം, എനിക്കൊരു ബലമാണോ അഞ്ജുന്? അല്ല എന്നെയൊക്കെ എടുത്ത് പൊക്കുവോ ഈസിയായിട്ട്? അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. പറ്റുമോ? അൽഫോൺസിനെ ഇന്നലെ 3 വയസ്സുള്ളൊരു കുട്ടി എടുത്ത് പൊക്കി. പിന്നെ എന്തോന്ന് അഞ്ജു? കേട്ടു നിന്നുവോ? ഓക്കെ, വേറെന്തോ പാടി? പറയൂ. അത്രയും ഒരു സമാധാനമായിട്ട് മതി കേട്ടോ. അത് ഭയങ്കര ബലമാണ്. പിന്നെ ജന്മം, എൻ്റെ ജന്മം മതി. ഇപ്പം ശരിയാണ്. ഓക്കെ. അപ്പം എന്തൊക്കെയായാലും അഞ്ജുവിൻ്റെ ജന്മം ധന്യമാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഭാവിയിൽ. എനിക്കിഷ്ടമായി അഞ്ജു പാടിയത്. പക്ഷേ ഇതൊക്കെ കൂടെ കറക്റ്റ് ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൺസ്. അഞ്ജുവിൻ്റെ കോസ്റ്റ്യൂമും ഇവിടുത്തെ ഈ എൻവയോൺമെൻ്റൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക ഒരു കാണാനൊരു രസം. നേരത്തേക്കാളും എന്തോ ഒരു ഭംഗിയൊക്കെ ആയ പോലെ. കൊള്ളാം, നന്നായിരിക്കുന്നു. പാട്ട് പാടിയതിനെ കുറിച്ച് പറയുമ്പോൾ ശരതേട്ടൻ പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ആ പാട്ട് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ആ സംഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടല്ലോ, ആ പരിശ്രമം ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ സംഗതികൾ വരണമല്ലോ, അല്ലെങ്കിൽ ഇന്നത് വരണമല്ലോ, ഇന്ന
ഈ ഭാഗത്തേക്ക് ഇച്ചിരി ഹൈയിലേക്കാണ് പോകുന്നത്, കൊണ്ട് നിർത്തുമ്പോൾ അത് ശരിയാവുമോ? അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു നമ്മൾ അതിനകത്തൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ നല്ലൊരു ഡിഫറൻസ് വോയിസിൽ കാണുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. മേ ബി റെസ്റ്റ് എടുത്തുകൊണ്ടായിരിക്കാം. അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങിങ്ങ് ചില സ്ഥലങ്ങളിൽ ശ്രുതിയുടേതായ പ്രശ്നങ്ങളുണ്ട്, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചരണം എൻഡിൽ നിറയാൻ കൊണ്ട് നിർത്തിയില്ലേ, സാധാരണ അഞ്ജു ചെയ്യുന്നതിനേക്കാളും എനിക്ക് നല്ല കൺട്രോൾഡ് ആയിട്ട് നിർത്തിയ പോലെ എനിക്ക് തോന്നി, യൂഷ്വലി ചെയ്യുന്നതിനേക്കാളും. അപ്പം അങ്ങനെയുള്ള ചില പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ മാറ്റേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മാം അഞ്ജു, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അഞ്ജുയുടെ വോയിസിൻ്റെ ക്ലാരിറ്റി കേട്ടിട്ട്. വെരി വെരി ജെനുവൻലി ഹാപ്പി. ഓക്കെ. അന്ന് ശരിക്കും കുറച്ച് ഫ്യൂ പെർഫോമൻസസ് ആയിട്ട് അഞ്ജു പാടുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ്. അയ്യോ ഈ കുട്ടി കഷ്ടപ്പെട്ടാണല്ലോ പാടുന്നതെന്ന് പറഞ്ഞിട്ട്. സോ റിയലി ഐ തിങ്ക് വോയിസ് റെസ്റ്റ് ഒക്കെ എടുത്ത് ഗാഗിളൊക്കെ ചെയ്താ ഓ ഗുഡ് ഗുഡ് ഗുഡ്. സോ ഐ തിങ്ക് ഇറ്റ്സ് റിയലി പെയ്ഡ് യു ഓഫ്. ഞാൻ എനിക്ക് വേറൊന്നും തോന്നിയില്ല മിസ്റ്റേക്സ് ആയിട്ട് കണ്ടുപിടിക്കാൻ. ഐ ജസ്റ്റ് ഫെൽറ്റ് യുവർ വോയിസിൻ്റെ ഒരു ഭംഗി നല്ല രസമായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അഞ്ജുനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അഞ്ജു ഒത്തിരിയും എന്താ പറയുക, എന്തോ ഹെയർ സ്റ്റൈലൊക്കെ എന്തെങ്കിലും വ്യത്യാസമാണോ എന്ന്? ചേച്ചിയുടെ ഓക്കെ. ശാലിനി ചേച്ചിക്ക് ഒരു താങ്ക്സ്. ആൻഡ് സെറ്റും അഞ്ജുയുടെ കോസ്റ്റ്യൂം എനിക്ക് ശരിക്കും ഭയങ്കര പോസിറ്റിവിറ്റി അഞ്ജു പാടി കഴിഞ്ഞപ്പോൾ. ഓക്കെ, വെരി നൈസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. വെരി എൻകറേജിങ് അല്ലേ? ഇപ്പോൾ വോയിസ് റെസ്റ്റ് ചെയ്തത് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി നല്ലൊരു പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ. ഇനി നമുക്ക് ഇവരുടെ സ്കോർ കേൾക്കാം. ആൻഡ് നെക്സ്റ്റ് പെർഫോമൻസിന് മുന്നേ സർ ശരത് സർ. അഞ്ജു 22 marks. 22 on 25. Alfonso 22. 22 on 25. Ma'am 22 plus 1.5. 22.5. അപ്പോൾ ടോട്ടൽ 66.5 on 75. നല്ലൊരു സ്കോറാണല്ലേ. ഇനി നെക്സ്റ്റ് ഒരു പെർഫോമൻസ് കൂടെ ഉണ്ട് ഈ ഫൈനൽ സ്റ്റേജിൽ. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും വോയിസ് റെസ്റ്റ് ചെയ്യൂ ആൻഡ് ഡു എ ധമാക്ക പെർഫോമൻസ് നെക്സ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി നമ്മളുടെ ഈ എപ്പിസോഡിൽ, നമ്മളുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ കോമ്പറ്റീഷൻ പെർഫോമൻസ് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പാടിത്തരാൻ പോണത് ദേവികയാണ്. ദേവിക നമുക്ക് വേണ്ടി AR റഹ്മാന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇനി പാടിത്തരാൻ പോണത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി നമുക്ക് വേണ്ടി പാടാൻ എത്തുന്നത് ദേവികയാണ്. ആൻഡ് ദേവിക നമുക്ക് വേണ്ടി പാടാൻ പോണത് AR റഹ്മാന്റെ സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ സോങ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ഹർ ഓൺ ടു ദ സ്റ്റേജ് വൺസ് അഗൈൻ. അടുത്തതായി മെലഡീസ് ഓഫ് AR റഹ്മാൻ റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് കലകല വീണ പൊഴിയും എന്ന പാട്ടാണ്. ഇത് റിതം മൂവിയിൽ സാധന സർഗം പാടിയൊരു പാട്ടാണ്. എൻജോയ് ദ സോങ്.
செல்லதோ ஒளி இல்லாமல் மலரும் மலரை உலவ பார்க்க செல்லதோ கலகலவிட பொழியும் பொழியும் மேகம் எங்க செல்லதோ ஒளி இல்லாமல் மலரும் மலரை உலவ பார்க்க செல்லதோ விரல் தொடவில்லையே நகப்படவில்லையே விரல் தொடவில்லையே நகப்படவில்லையே உடல் தடையில்லையே இது போல் ஒரு இடையில்லையே கலகலவிட பொழியும் பொழியும் மேகம் எங்க செல்லதோ ஒளி இல்லாமல் மலரும் மலரை உலவ பார்க்க செல்லதோ விடியும் விடியும் கலந்த கலந்த பார்வை ஒன்று ஆனதே உயிரும் உயிரும் கறந்த போது உலகம் நின்று போனதே விடியும் விடியும் கலந்த கலந்த பார்வை ஒன்று ஆனதே உயிரும் உயிரும் கறந்த போது உலகம் நின்று போனதே கலகலவிட பொழியும் பொழி வேகம் எங்க செல்லதோ ஒளி இல்லாமல் மலரும் மலரை உலவ பார்க்க செல்லதோ அழைக்கும் போது ஒதுக்க முடிந்தால் அதற்கு பெயர் நிலவில்லை நினைக்கும் போது நிலவு ஒதுக்கும் நிலவு அழைக்க குரலில்லை அழைக்கும் போது ஒதுக்க முடிந்தால் அதற்கு பேரு நிலவில்லை நினைக்கும் போது நிலவு உதிக்கும் நிலவு அழைக்க குரலில்லை யாரு கேட்டது இதயம் யாரை கேட்டது இதயம் ஆ விழி தொடர்கது விரல் தொடவில்லை கலகலவிட பொழியும் பொழியும் மேகம் எங்க செல்லது ஒளி இல்லாமல் மலரும் மலரை உலவ பார்க்க செல்லது ദേവിക എന്തോ നന്നായിട്ട് പാടി തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല സെക്കൻഡ് സോങ് അല്ല ഈ ഫൈനൽ സെഗ്മെന്റിൽ അതെ. എത്രമാത്രം ജസ്റ്റിസ് ചെയ്തു? എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇല്ല ശ്വാസം ഞാൻ പ്ലാൻ ചെയ്താൽ വന്നിരുന്നു, പക്ഷെ അവിടെ ഒന്നും അല്ല ഞാൻ എടുത്തത്. അപ്പം ബ്രെത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിതമിലത്തെ ഈ സോങ് പാടിയിട്ട് നമുക്ക് എന്താ ജഡ്ജസിന് എന്താ പറയാനുള്ള കേൾക്കാം. ശരത് സർ. ദേവിക സർ നല്ല പാട്ട്. ദേവിക നന്നായിട്ട് പാടി. ദേവിക താങ്ക് യു സർ. ആ തുടക്കം ആഡ്ലിബ് എല്ലാം നല്ല സുഖമുണ്ടായിരുന്നു. ദേവിക പാടി വളരെ സോഫ്റ്റ് ആയിട്ട്. അതെന്താ പറയണ്ട, അതിൻ്റെ ഒരു അത് തരണ്ട വികാരം തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പാടി.
പിന്നെ പല്ലവി എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് പോലാണ്. കുറേയും കൂടെ നമ്മൾ എന്താ പറയണ്ടേ, ആ ഒരു ഡൈനാമിക്സ് എപ്പോഴും നമ്മുടെ മനസ്സ് അത് പാടാൻ വേണ്ടി അങ്ങനെ ആക്കി പാടാനല്ല ഞാൻ പറഞ്ഞ, ആ ഒരു എന്നുള്ള ആ ഒരു സാധനം എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ഒരു വേവ് പോലെ നമ്മൾക്കുള്ളിലുണ്ടാവണം. അല്ല ഇതൊന്നും ഞാനിപ്പോൾ ഒരു ഡൈനാമിക്സ് പാടി കേൾപ്പിച്ചുതരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പാടിയ ഭയങ്കര ബോറായിരിക്കും. അത് നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് എന്താ പറയണ്ടേ, അത് പാടുമ്പോൾ അങ്ങനെ വരണ്ടാണ്. ആ ഒരു അത് 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 എന്ന് പാടുന്നതിനകത്ത് വേറെ നോട്ട്സ് അല്ലേ ഉള്ളൂ. അത് ഇതൊരു ആ ഡൈനാമിക്സ് ആവശ്യത്തിന് വരുമ്പോൾ അതിന് ലൈഫുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ അതിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി നോട്ട്സിന് അത് ശരിയാക്കണം കേട്ടോ. പക്ഷെ എന്താ പറയണ്ടത്, ദേവിയെ കാണാൻ മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഒരു കൽക്കരി എഞ്ചിനൊക്കെ നിൽക്കുന്നോണ്ടിരിക്കുന്നു മൊത്തത്തിൽ. ഞാൻ ചുമ്മാ പറഞ്ഞേട്ടോ, രസമായിട്ടുണ്ട് മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞു. എനിക്ക് കാണാൻ വയ്യ വന്ന ഒരു പുറയുന്നൊരു ലൈറ്റും മോടെ എന്താ പറയണ്ടത് തലമുടിയൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ മൊത്തത്തിൽ കാണുന്നില്ലെങ്കിലും രസമുണ്ട്. പിന്നെ നിന്ന് പാടുന്നതൊക്കെ നല്ല രസമാണ് മോടെ. ഇതിന് കുറച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. വേഷത്തിലല്ല, വേഷം എന്താ പറഞ്ഞിട്ട് അത് വെള്ളയും ഇട്ടെന്ന് പറഞ്ഞ് പത്മശ്രീ KJ യേശുദാസ് ആവത്തില്ല അല്ലേ. കുറേ തടിയുണ്ടെന്ന് പറഞ്ഞ് SPB ആവത്തില്ല. റബ്ബർ ബാൻഡ് തലമുടിയിലിട്ടെന്ന് പറഞ്ഞ് ഹരിഹരനും ആവത്തില്ല. കുനിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച ചിത്ര ചേച്ചി ആവത്തില്ല അല്ലേ. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് പാടുക എന്നുള്ളതാണ്. നമുക്ക് നല്ല കഴിവുള്ള ആളാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായവുമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ. ദേവികയുടെ കോസ്റ്റ്യൂം രസമുണ്ട്. പ്രത്യേകിച്ച് നല്ല നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ പുറകിൽ നിന്നുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു, ഒരു സ്പെഷ്യൽ ഒരു മൂഡ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ദേവികയുടെ കുറേ ഭാഗങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ബിഗിനിങ് നല്ല ഇമോഷണലി വരേണ്ട പോർഷൻസ് എല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല മൂഡുണ്ടായിരുന്നു ശരിക്കും. പിന്നെ ബ്രത്തിൻ്റെ ഒരു പ്രശ്നം ഇടയ്ക്ക് തോന്നല്ലേ. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് തോന്നിയെച്ചാൽ മെയിനായിട്ട് ആ നല്ല ഇമോഷണലി ഡ്രോ ചെയ്യേണ്ട ചില പോർഷൻസ് നന്നായിട്ട് പാടി. പക്ഷെ ചില ഭാഗങ്ങളിൽ ഇച്ചിരി ഓവർ ഒരു സ്ട്രെസ് പുഷിങ് പോലെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹതി മാം. ദേവിക വെരി നൈസ്. എനിക്കിഷ്ടമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്. ദേവിക എനിക്ക് ഒത്തിരി ഇഷ്ടമായി സിംഗിങ്. The Pallavi was outstanding. Okay, ad-lib was very nice. Very melodious. As in ശരിക്കും ആ സിനിമയിലത്തെ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഓൺലി തിങ് എനിക്ക് ചരണം പിന്നെ വിരൽ തൊടവിലെ ഈ നമ്മുടെ കലകലവന പൊഴിയും അത് പാടുന്ന അതേ ഫീലോടെ ആ വിരൽ തൊടവില്ലയെ നഖം പടവില്ലയെ അതും കൂടി ഒന്ന് പാടിയിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭംഗിയായേനെ. You are a fantastic singer, so just minor corrections out there. Okay, all the best. Thank you ma'am. എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. മൈനർ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് അടുത്ത സ്റ്റേജിൽ അടുത്ത പെർഫോമൻസിന് മുന്നേ കറക്റ്റ് ചെയ്തിട്ട് കം ബാക്ക് വിത്ത് എ ബാങ്ക്. ഇനി നമുക്ക് നമ്മളുടെ ജഡ്ജസിന്റെ മാർക്സ് എത്രയല്ലേ നമുക്ക് കേൾക്കാം. ശരത് സർ, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? 21. വെരി ഗുഡ്. 21 marks. Okay sir. 21 on 25. ശരത് സർ അല്ലേ? 21 on 25. Yes. Okay. Alphonse sir. ഹലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടോ. കറക്റ്റ്. 21 plus 1.5 plus 1.5 22.5 അല്ലേ? ഞാൻ കൺഫ്യൂസ് ചെയ്യത്തില്ല. 22.5 on 25 ശരത് സർ. Alphonse sir. 22.5. 22.5 on 25 ma'am. 22.5. Thank you. 22.5 on 25. Total is 67.5 on 75. നല്ലൊരു സ്കോറാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ ഇവരുടെ ക്രിസ്മസ് ആശംസകളും കേൾക്കാം. നമ്മളുടെ അമൃത വ്യൂവേഴ്സിന്
ഇന്നത്തെ മെരി ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി ക്രിസ്മസ് ആശംസകൾ. ശരത് സർ. ജനങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും ഇപ്പോഴും അദ്ദേഹം എന്താ പറയണ്ട പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ദൈവമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ ഇപ്പോഴും സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ പോയി മെഴുകുതിരി കത്തിക്കാറുള്ള ആളാണ് വ്യാഴാഴ്ച ചെന്നൈയിൽ. അപ്പം എനിക്ക് എല്ലാ മതത്തിലും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ലോകത്ത് ഇപ്പം ഇല്ലാത്തൊരു സാധന സമാധാനമാണ്, സ്നേഹമാണ്. അദ്ദേഹം പിന്നെയും തിരിച്ച് വരണം, ഭൂമിയിൽ വരണം. ഈ ഭൂമിക്ക് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ജനനത്തിലൂടെ ഭൂമിക്ക് രക്ഷ, സമാധാനം, സന്തോഷം, സ്നേഹം ഇതൊക്കെ കിട്ടണം എന്ന് ഞാനൊരു സുദിനത്തിൽ എല്ലാ ദൈവങ്ങളോടും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മെരി ക്രിസ്മസ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ. സൂപ്പർ സ്റ്റാർ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്മസ് മൂഡ് ശരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ട്. പുൽക്കൂടും ഈ നക്ഷത്രങ്ങളും ബലൂണും ഈ ഒരു പ്രകാശമൊക്കെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശരതേടൻ പറഞ്ഞ പോലെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ വേദനകൾ ഞാൻ എന്തുമാത്രം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നെ പോലെ സഹിച്ച ഒരാളാണ് ഞാൻ എന്ന് പറയാൻ യേശുവിന് സാധിക്കുന്നു. അല്ലെങ്കിൽ പോയ വഴികളിൽ ഇത്ര ദുർഘടമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി, പക്ഷേ ഞാൻ നീതിയോടുകൂടെ അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നവനാണെന്ന് ഒരാളോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നു. ഒരു ദൈവപുത്രനാണ് എന്ന് നമ്മൾ പറയുമ്പോഴും മനുഷ്യൻ്റെതായ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചേർത്തി വെക്കാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും കരുതുന്ന ഒരു ക്യാരക്ടറാണ് ജീസസ്. അപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഒരു ബലിയായി മാറി എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇനി മുന്നോട്ട് നോക്കാം എന്നുള്ളൊരു മെസ്സേജ് യേശുനാഥൻ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സമാധാനത്തിൻ്റെ സന്ദേശം തന്നെയാണ് എനിക്കും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സന്തോഷം ഈ ഒരു ക്രിസ്മസിനോട് ചേർന്ന് ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. ജീസസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം ക്രിസ്മസ്. ഐ തിങ്ക് ഇന്ന് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്താ പറയുക, കമ്പാഷൻ ടുവേർഡ്സ് എനിബഡി. കമ്പാഷൻ. നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ മാത്രം നോക്കി പോകുന്നു. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ബ്രദർഹുഡ്, ഐ തിങ്ക് ലവ് ടുവേർഡ്സ് യുവർ ഫെലോ പീപ്പിൾ. നമ്മൾ ലിവ് ചെയ്യുന്ന കുറച്ച് കാലഘട്ടം നമുക്ക് ഉപയോഗമായിട്ട് നമ്മുടെ ജീവിതമാക്കി തീർക്കണം എന്ന് നമുക്കൊരു പാത്ത് ഉണ്ടാക്കി കൊടുത്ത ഒരു പേഴ്സണാണ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്. Like the very name, no? Son of God. He never told I'm God, but we feel he's God because he's lived like God. Love everybody around and have a great Christmas and a happy new year ahead. Thank you so much. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവുള്ളത് is love for other people, and with this Christmas I wish everybody a lot of love, happiness and celebrations. So wishing all of you Merry Christmas once again. Welcome back and you're watching Superstar. നമ്മളിപ്പോൾ കാഴ്ചവെച്ചത് 2 കോമ്പറ്റീഷൻ പെർഫോമൻസസ് ആണ്. പക്ഷെ ഇനിയാണ് നമ്മളുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ആൻഡ് നമ്മുടെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നല്ല 2 സ്പെഷ്യൽ പെർഫോമൻസസ് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് ആദ്യമായി നമുക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം സൂപ്പർ സ്റ്റാർ ജൂനിയറിലത്തെ വിന്നറാണ്, ദ ടൈറ്റിൽ വിന്നർ മധുശ്രീ. സോ ലെറ്റ്സ് വെൽക്കം ഹർ ബിക്കോസ് ഷീസ് ഗോയിങ് ടു സിംഗ് എ ബ്യൂട്ടിഫുൾ സോങ് സങ് ബൈ ചിത്ര ചേച്ചി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ഡിവോഷണൽ സോങ് ആണ് അനുപമ സ്നേഹ ചൈതന്യമേ. ഈ ഒരു പാട്ട് പാടാനായിട്ട് ലെറ്റ്സ് വെൽക്കം മധുശ്രീ ഓൺ ടു ദ സ്റ്റേജ്.
അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വെൺദീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ സർവം ക്ഷമിക്കുന്നവൻ നീ ഞങ്ങൾക്കു പ്രത്യാശയും നീ സർവം ക്ഷമിക്കുന്നവൻ നീ ഞങ്ങൾക്കു പ്രത്യാശയും നീ വഴിയും സത്യവും ജീവനുമായി നീ വന്നിടണമേ നാഥാ വന്നിടണമേ നാഥാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വെൺദീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ നിൻ ദിവ്യ സ്നേഹം നുകരാൻ ഒരു മനസ്സായൊന്നു ചേരാൻ നിൻ ദിവ്യ സ്നേഹം നുകരാൻ ഒരു മനസ്സായൊന്നു ചേരാൻ സുഖവും ദുഃഖവും പങ്കിടുവാൻ തുണയേകണമേ നാഥാ തുണയേകണമേ നാഥാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വെൺദീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻസിന്റെ ഈ എപ്പിസോഡിൽ അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോണത് YWCAയുടെ മെമ്പേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന കാരോൾ സോങ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. താഴ്വരയിൽ കാലികൾ
Once again, I'm welcoming YWCA to perform the carol song praising the birth of Jesus. ഘോഷിച്ചിടുന്നു ഭൂതലം മുഴുവൻ
ഘോഷിച്ചിടുന്നു ഭൂതലം മുഴുവൻ. വാനങ്ങളിൽ മീതെ ഉന്നതനാം ദേവാ, നിൻ രാജ്യം ശക്തി മഹത്വം ഭൂമി പാടിടുന്നു. വാനങ്ങളിൽ മീതെ ഉന്നതനാം ദേവാ, നിൻ രാജ്യം ശക്തി മഹത്വം ഭൂമി പാടിടുന്നു. വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. ദക്ഷിണ കേരള മഹാ ഇടവക പുരോഹിതനും മഹാ ഇടവക മുനിസിപ്പൽ സംഘത്തിന്റെ മുൻ സെക്രട്ടറിയുമായ റെവറൻഡ് ഫാദർ ജസ്റ്റിൻ ജോസ് CSI ആണ് ഇനി നമുക്ക് വേണ്ടി സ്പെഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോണത്. സോ ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ് ബിക്കോസ് ഹി ഈസ് ഗോയിങ് ടു സിംഗ് എ ഡിവോഷണൽ സോങ് ഫോർ us. മഞ്ഞുതിരും ശീതരാവിൽ മാനത്തൊരു താരം മിന്നി, ലോകത്തിൻ രക്ഷകനായി പാപിക്ക് ജീവനായി നാഥൻ പിറന്ന രാവിൽ. ലോകത്തിൻ രക്ഷകനായി പാപിക്ക് ജീവനായി നാഥൻ പിറന്ന രാവിൽ. സത്യവും ധർമ്മവും പുലരാൻ പാരിൽ ശോഭ പരത്താൻ. സത്യവും ധർമ്മവും പുലരാൻ പാരിൽ ശോഭ പരത്താൻ. നീതിയിൽ സൂര്യനുദിച്ചു, പുതിയ പ്രഭാതമുണർന്നു. നീതിയിൽ സൂര്യനുദിച്ചു, പുതിയ പ്രഭാതമുണർന്നു. മഞ്ഞുതിരും ശീതരാവിൽ മാനത്തൊരു താരം മിന്നി, ലോകത്തിൻ രക്ഷകനായി പാപിക്ക് ജീവനായി നാഥൻ പിറന്ന രാവിൽ. ലോകത്തിൻ രക്ഷകനായി പാപിക്ക് ജീവനായി നാഥൻ പിറന്ന രാവിൽ.